ആറന്മുള വിമാനത്താവള പദ്ധതി നീക്കം വീണ്ടും സജീവമാക്കി ഭൂ ഉടമ. പദ്ധതി പ്രദേശത്ത് വീണ്ടും ഡ്രോൺ പരിശോധന നടത്തിച്ച് മൗണ്ട് സിയോൺ ഉടമ എബ്രഹാം കലമണ്ണിൽ. UDF സർക്കാരിന് പദ്ധതിയോട് അനുകൂല നിലപാടാണെന്നും അബിൻ വർക്കി MLA-യും ആന്റോ ആന്റണി MP-യും ഒപ്പമുണ്ടെന്നും ഭൂ ഉടമയുടെ വാദം. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഗോകുൽ, ഈ UDF സർക്കാരിന്റെ കാലത്ത് MP-യുടെയും MLA-യുടെയും ഒക്കെ പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണോ എബ്രഹാം കലമണ്ണിൽ വീണ്ടും ഈ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? കാരണം ഒരിക്കൽ ഈ പദ്ധതി അവിടുന്ന് കെട്ടുകെട്ടിച്ചതാണ്. പ്രത്യേകിച്ച് അതൊരു പൈതൃക ഗ്രാമമാണ്. അവിടെ അങ്ങനെ ഒരു എയർപോർട്ടിൻ്റെ ആവശ്യമില്ല എന്ന വികാരം കേരളത്തിലൊട്ടാകെ അലയടിച്ചതാണ്. അപ്പോൾ ഒരിക്കൽ പറഞ്ഞുവിട്ട ഭൂമാഫിയ വീണ്ടും ആറന്മുളയിൽ ആരുടെ പിന്തുണയിലാണ് സജീവമാകാൻ ശ്രമിക്കുന്നത്? ഗോകുൽ, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് UDF സർക്കാർ വീണ്ടും അധികാരത്തിലേറിയപ്പോഴാണ് ഈ രീതിയിൽ വീണ്ടും ഈ വിമാനത്താവളത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. നേരത്തെ തന്നെ അബിൻ വർക്കി ഈ രീതിയിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ നടത്തിയ ഈ പ്രസ്താവന നമ്മൾ അന്ന് വാർത്തയാക്കിയിരുന്നതാണ്. അതായത് ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ സാധ്യതകൾ വീണ്ടും പരിശോധിക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പത്രസമ്മേളനത്തിലെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് അജണ്ടയുടെ അടിസ്ഥാനത്തിൽ UDF സർക്കാർ, പ്രത്യേകിച്ച് അബിൻ വർക്കി MLA-യുടെ നേതൃത്വത്തിൽ തന്നെ ആണ് വീണ്ടും ഈ പദ്ധതിയുടെ പുനരാലോചനകൾ നടന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചനകളാണ്. ആലോചനകൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികൾ പോലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ വിമാനത്താവളത്തിന്റെ സാധ്യതാ പഠനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഡ്രോൺ പരിശോധന നടത്തിയിരിക്കുകയാണ്. ആറന്മുളയിലെ 100 ഏക്കറിലധികം പുഞ്ചപ്പാടത്ത് ഇത്തരത്തിൽ ഡ്രോൺ പരിശോധന കഴിഞ്ഞ ദിവസമാണ് നടന്നിരിക്കുന്നത്. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു വിദഗ്ധ സംഘമാണ് ഈ രീതിയിൽ ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. രണ്ടാം ഘട്ട പരിശോധന ഉടൻ ഉണ്ടാകും, വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മൗണ്ട് സിയോൺ ഉടമ എബ്രഹാം കലമണ്ണിലാണ് ഈ പരിശോധന നടത്തിച്ചത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ 2004 മുതൽ വിമാനത്താവളം ഉണ്ടാകണമെന്നുള്ള രീതിയിൽ ആലോചനകളും അതിനുശേഷം ഈ രീതിയിൽ തുടർ നടപടികളും ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു ആരംഭിക്കുകയുണ്ടായത്. എന്തായാലും അതിന് ഈ അബിൻ വർക്കി MLA-യും ആന്റോ ആന്റണി MP-യും അടക്കമുള്ള ആളുകൾ, ഒപ്പം K ശിവദാസൻ നായർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഇതിനെല്ലാ സഹായവും ചെയ്തു നൽകിക്കൊണ്ട് ഇയാളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇയാൾ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഒപ്പം പത്തനംതിട്ട കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതിന്റെ ഫയലുകൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. ADM-ന്റെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിൽ ഈ നടപടികൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ 2014 വലിയ ജനകീയ വികാരം ഉണ്ടായതിനെ തുടർന്ന് 2014 ഈ പദ്ധതി കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചതാണ്. പ്രത്യേകിച്ച് ആറന്മുള പ്രദേശത്തുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചതാണ്. അവിടെ IT പാർക്ക്, വ്യവസായ പാർക്ക് പോലും തുടങ്ങാനുള്ള അനുമതി കേന്ദ്രം നിഷേധിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഈ പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നതും അതിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. കുമ്മനം രാജശേഖരനും സുഗതകുമാരി ടീച്ചറും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ചേർന്നുകൊണ്ടാണ് അവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് അന്ന് നേതൃത്വം നൽകിയത്. അവിടുത്തെ ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ ചേർന്നുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ, ഈ വിമാനത്താവളത്തിനെതിരായിട്ട് ആറന്മുളയിൽ മാസങ്ങൾ നീണ്ടുനിന്ന പ്രക്ഷോഭങ്ങളും ഒപ്പം പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയത്. അതിന്റെ ഫലമായിട്ടാണ് യാഥാർത്ഥ്യം കൃത്യമായിട്ട് പരിശോധനയിലൂടെ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ആ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും UDF സർക്കാർ വീണ്ടും ആ പദ്ധതിക്ക് പുനരുജ്ജീവനം നൽകുകയാണ്. ഒപ്പം ആറന്മുളയിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്ക് തന്നെയാണ് ഈ അബിൻ വർക്കി MLA-യും അതോടൊപ്പം തന്നെ UDF സർക്കാരും ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഗോകുൽ, അതായത് ഈ പദ്ധതി ഒരിക്കൽ അവിടെ നിന്നും ജനങ്ങൾ ആട്ടിയോടിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും സജീവമാകുന്ന വേളയിൽ ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതിയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? കാരണം അന്ന് വലിയ സ്വാധീനം ഉപയോഗിച്ച് പൈതൃക മണ്ണായിട്ടുള്ള ആറന്മുളയെ നശിപ്പിക്കാൻ പുഞ്ചപ്പാടങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെ മണ്ണിട്ട് നികത്തി വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തി അവിടെ വിമാനത്താവളം കൊണ്ടുവന്ന് അവിടെ വള്ളംകളി ഇല്ലാതാക്കാൻ, അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മഹത്തായ ആചാരങ്ങൾ ഇല്ലാതാക്കാനൊക്കെ ഒരു ശ്രമം ഭൂമാഫിയ നടത്തുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണല്ലോ ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി. അപ്പോൾ കർമ്മസമിതിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ ഗോകുൽ? അതായത് ഇപ്പോൾ ഈ കർമ്മസമിതിയുടെ പ്രതികരണം അല്പസമയത്തിന് തന്നെ നമുക്ക് ലഭ്യമാകും ഗൗതം. അതായത് കഴിഞ്ഞ ദിവസം അബിൻ വർക്കി ഈ രീതിയിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ നമ്മൾ ഈ കർമ്മസമിതിയുടെ ഭാരവാഹികളുടെ പ്രതികരണം തേടിയിരുന്നതാണ്. അന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല, അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകട്ടെ, അപ്പോൾ അതിന്റെ ബാക്കി നടപടികളെ പറ്റി ആലോചിക്കും, കർമ്മസമിതി തങ്ങളുടെ കർമ്മ പദ്ധതികളെ പറ്റി ആലോചിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു അതിന്റെ ഭാരവാഹികൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഡ്രോൺ സർവേ അടക്കം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന മണിക്കൂറുകൾ
നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ കർമ്മസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിനെ കൃത്യമായിട്ട് നിയമപരമായിട്ട് തന്നെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇന്നുണ്ട് എന്നുള്ളതാണ് അന്ന് അതിന്റെ ഭാരവാഹികൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മുമ്പ് 2014 കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ആ നിയമ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ടുണ്ട്. അവിടെ ആ പദ്ധതി അനുയോജ്യമല്ല ആറന്മുളയുടെ മണ്ണിൽ എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകളും നിയമ അല്ലെങ്കിൽ ഉത്തരവുകളും ഒക്കെ തങ്ങളുടെ പക്കലുണ്ട്. അത് കൃത്യമായിട്ട് വേണ്ടപ്പെട്ട അധികൃതരെ ബോധ്യമാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. മറ്റ് ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് കൃത്യമായിട്ട് നിയമപരമായിട്ട് അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇന്നുണ്ട്. ആ രീതിയിൽ തന്നെ അതിനെ ചെറുക്കും. അതല്ല അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ വീണ്ടും ഒരു വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ രീതിയിൽ ആലോചിക്കുമെന്നുള്ളതായിരുന്നു കർമ്മസമിതിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പദ്ധതി ഇത്തരത്തിൽ വീണ്ടും ആലോചിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ ഇതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ അവിടുത്തെ ജനങ്ങളുടെ നേതൃത്വത്തിൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഈ UDF സർക്കാരിൻ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നടപടി തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആറന്മുള പൈതൃക ഗ്രാമമാണ്. ആറന്മുളയുടെ പൈതൃകവും അവിടുത്തെ പരിസ്ഥിതിയെയും ഒക്കെ തന്നെ താറുമാറാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് അവിടുത്തെ വിമാനത്താവള പദ്ധതി. അത് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, ജനങ്ങൾ തന്നെ നേരിട്ടിറങ്ങിയാണ് ആ പദ്ധതിക്ക് തടയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭൂമാഫിയയുടെയും അതോടൊപ്പം തന്നെ ഇതിന്റെ മുതലാളിമാരുടെയും ഒക്കെ മാത്രം താല്പര്യത്തെ തുടർന്നാണ് അവിടെ അങ്ങനെ ഒരു പദ്ധതി ആലോചിച്ചത്. ഇപ്പോഴും അതിന്റെ ആ രീതിയിൽ തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ മുന്നോട്ട് പോവുകയില്ല. ഇപ്പോൾ നടന്നിട്ടുള്ള പ്രാഥമിക നടപടിയെ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കർമ്മസമിതിയുടെയും ജനങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ്. ആറന്മുള വിമാനത്താവള പദ്ധതി ഒരിക്കൽ ആറന്മുളയിലെ ജനങ്ങൾ ഉപേക്ഷിച്ച പദ്ധതിയാണ്. അതിപ്പോൾ UDF അധികാരത്തിലെത്തിയ വേളയിൽ വീണ്ടും ഈ പദ്ധതിയെ സജീവമാക്കുവാൻ ഭൂമാഫിയ ശ്രമം ആരംഭിച്ചിരിക്കുന്നു. ഈ നിർദ്ദിഷ്ട പദ്ധതിക്ക് വേണ്ടി എടുത്ത് നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തിയ പ്രദേശത്ത് വീണ്ടും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഭൂ ഉടമ എബ്രഹാം കലമണ്ണിൽ വ്യക്തമാക്കുന്നത് സ്ഥലം MLA-യുടെയും MP-യുടെയും ഒക്കെ പിന്തുണ തനിക്കുണ്ട്. അതിനാൽ ഈ സ്ഥലത്ത് വിമാനത്താവള പദ്ധതി കൊണ്ടുവരാനുള്ള ശ്രമം തുടരുമെന്നതാണ്. അങ്ങനെയെങ്കിൽ വലിയ ജനകീയ പ്രതിഷേധത്തിന് പത്തനംതിട്ട ജില്ലയും ആറന്മുളയും വേദിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.